മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ പേടിയോ ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല, പെട്ടെന്ന് മൈൻഡ് ബ്ലാങ്ക് ആയി പോകുന്നു. അതും അല്ലെങ്കിൽ എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അയ്യോ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്ത വരും. പക്ഷേ സത്യം എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ ചില മിസ്റ്റേക്ക് നിങ്ങൾ പോലും അറിയാതെ ആവർത്തിക്കുന്നത് കൊണ്ടാണ്. കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഈ കോൺഫിഡന്റ് ആയ ആൾക്കാർക്ക് ഒരു സീക്രട്ട് ഉണ്ട്. അവർ ആക്ച്വലി ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ടല്ല അവർ കോൺഫിഡന്റ് ആകുന്നത്, അവര് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ആൻഡ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 3 സൈക്കോളജിക്കൽ ട്രിക്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാവിൻ സ്റ്റാൻലി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ത് പറയണം, പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് തെറ്റിപ്പോവാതെ പറയണം, അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞ അയാൾ എന്ത് വിചാരിക്കും എന്നൊക്കെയാണ്. സോ ഇവിടെ തന്നെ എല്ലാം പോയി. നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാര് എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ? അവര് ഫോക്കസ് ചെയ്യുന്നത് ഈ സംസാരിക്കുന്ന വ്യക്തിയെ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇവിടെ കോൺവെർസേഷൻ പെർഫോമൻസിൽ നിന്നും ഒരു കണക്ഷനിലേക്ക് തന്നെ മാറാൻ തുടങ്ങും. അതായത് എന്ത് പറയും, അവരെന്ത് വിചാരിക്കും എന്നല്ല, ഇയാളെ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. സോ ഇവിടെ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യാൻ അറിയാതെ ശ്രമിക്കുന്നുണ്ട്. അടുത്തത് എന്ത് പറയും, ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാലോ എന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കും. ആൻഡ് ചില സമയത്തൊക്കെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റേതായ എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ സ്മാർട്ട് അല്ലെന്ന് അവർ വിചാരിക്കില്ലേ? അപ്പൊ ചിലപ്പോൾ ഒരാൾ നിങ്ങളോട് പറയുവാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ട്രിപ്പ് പോയിരുന്നു. അപ്പൊ തന്നെ ചിലപ്പോൾ നിങ്ങൾ പറയും, ഞാനും കഴിഞ്ഞ ആഴ്ച ഒരു ട്രിപ്പ് പോയായിരുന്നു, അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങും. അങ്ങനെ ഇതൊരു കോൺവെർസേഷനിൽ നിന്ന് മാറി ചിലപ്പോൾ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് മാറാം. അപ്പൊ ഇത് ശരിക്കും ബോറിംഗ് ആവുകയും അവര് നിങ്ങളോട് പിന്നീട് അധികം കണക്ഷൻ വെക്കാനുള്ള സാധ്യതയും കുറയും. ഇപ്പൊ കുറച്ച് പേര് ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഒന്നും പറയാറില്ല, എനിക്കൊന്നും പറയാൻ കിട്ടാറില്ല എന്നായിരിക്കും. നിങ്ങൾക്കൊന്നും പറയാൻ കിട്ടുന്നില്ലെങ്കിലും ഡോണ്ട് വറി, അതും നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത 2 ട്രിക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പും ചെയ്യും. ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റിലൂടെയാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. സോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൾക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അവരൊരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ പോയിന്റ് ആഡ് ചെയ്ത് നിങ്ങൾ സ്മാർട്ട് ആണെന്ന് പ്രൂവ് ചെയ്യാതെ മേ ബി അവരോട് അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാം. ഇപ്പൊ ട്രിപ്പ് പോയി എന്ന് പറയുമ്പോൾ, നിങ്ങൾ ട്രിപ്പ് പോയോ, ട്രിപ്പ് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? സോ അവിടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ആകും, അവർ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങും. ആൻഡ് അത് നിങ്ങളായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ട്രിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ചില സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് നമ്മളെ മാറ്റാൻ ശ്രമിക്കും. ആൻഡ് ഒരുപാട് ആൾക്കാരും പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്, വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് വളരെ മോട്ടിവേറ്റഡ് ആണ്, ഞാൻ പിന്നെയും പഴയ പോലെ ആകും. അങ്ങനെ ഒരു കാരണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രശ്നം ജസ്റ്റ് കോൺവെർസേഷനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്താൽ മാത്രം പോരാ, അവിടെ എവിടെയോ ഒരു റൂട്ട് കോസ് ഉണ്ടാവും. ആ റൂട്ട് കോസ് നിങ്ങൾ ശരിയാക്കാനുണ്ടാവും. അതായത് ഇപ്പോ നമ്മളൊരു മരത്തിന്റെ ബ്രാഞ്ച് മാത്രം വെട്ടിക്കളഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിന്റെ ഒരു വേരുണ്ടാവും. ആ വേര് കണ്ടുപിടിച്ച് ആ വേരെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ആ മരം പിന്നെയും മുളച്ചു വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറവാണ്, എത്ര ശ്രമിച്ചിട്ട് മാറ്റമില്ലെങ്കിൽ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ ഉറപ്പായിട്ടും കാണണം. ഒരു തെറപ്പി വഴി നിങ്ങൾക്ക് ഉറപ്പായിട്ടും റൂട്ട് കോസ് കണ്ടുപിടിക്കാനും അത് മാറ്റാനും പറ്റും. സോ നിങ്ങൾ ലൈഫ് ലോങ് സഫർ ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ അടുത്ത് തെറപ്പി സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. നിങ്ങൾ അത് ഫില്ല് ചെയ്താൽ മാത്രം മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്നറിയോ? ഈ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു വലിയൊരു ട്രിക്ക് ഉണ്ട്. അവർ ആക്ച്വലി ടോപ്പിക്ക് ചേഞ്ച് ചെയ്യില്ല, അവര് ഡീപ്പായിട്ട് പോകും. നമ്മൾ പലപ്പോഴും ടോപ്പിക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അത് ചേഞ്ച് ചെയ്യാൻ നോക്കും, നമുക്കൊന്നും പറയാൻ കിട്ടുന്നില്ലെങ്കിൽ. ഇപ്പൊ ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയുവാണ്, ഞാൻ ജിമ്മിൽ പോവാൻ തുടങ്ങി. അപ്പൊ തന്നെ കൊള്ളാലോ, നൈസ്, അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല, ഇനി നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചേ പറ്റൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ല കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡീപ്പായിട്ട് പോവാൻ നോക്കുക, അതിന്റെ ഡെപ്തിലേക്ക് പോവാൻ നോക്കുക. അതായത് മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയോ, കുറെ നാളായിട്ടുള്ള എടുത്ത തീരുമാനമാണോ അതോ പെട്ടെന്ന് എടുത്ത തീരുമാനമാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് ജിമ്മിൽ പോകാൻ എന്താ കാരണം? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ എന്താ പറ്റാന്നറിയോ? അവർക്ക് നാച്ചുറലി സംസാരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ വരാൻ തുടങ്ങും. ആൻഡ് അവരത് സംസാരിക്കാനും തുടങ്ങും. ഇനി അവര് മാത്രം സംസാരിച്ചാൽ മതിയോ? അവര് സംസാരിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഞാൻ സ്മാർട്ട് ആകുന്നത്? പറഞ്ഞുതരാം. സോ ഓർത്തിരിക്കുക, ഗുഡ് കോൺവെർസേഷൻസ് ആർ നോട്ട് അബൌട്ട്
ടോക്കിംഗ് മോർ, ഇറ്റ്സ് അബൌട്ട് ആസ്കിങ് ബെറ്റർ. ഒരുപാട് സംസാരിക്കുന്നതിലല്ല, നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതിലാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ട്രിക്ക് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. അതാണ്, നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് അവർക്ക് തോന്നണം അവരെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആക്കി എന്ന്. അപ്പോ അവർക്ക് നിങ്ങളെ സ്മാർട്ട് ആയിട്ട് തോന്നും. വലിയൊരു പവർഫുൾ ആയിട്ടുള്ള സീക്രട്ട് പറയട്ടെ, ഇത്രയേ ഉള്ളൂ. ആൾക്കാര് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടോ ഒരുപാട് അടിപൊളിയായിട്ട് സംസാരിക്കുന്നത് കൊണ്ടോ അല്ല, അവരെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യിക്കുമ്പോഴാണ്. ആൻഡ് എങ്ങനെയാണ് ആൾക്കാർ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുക പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം, നമ്മൾ സ്മാർട്ട് ആണെന്ന് കാണിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഫണ്ണി ആയിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് നമ്മളോട് ഇഷ്ടം വരുള്ളൂ എന്ന്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ പറ്റാന്നറിയോ? നമ്മളുടെ പ്രഷർ കൂടും. നമ്മളുടെ പ്രഷർ കൂടുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ മൈൻഡ് ബ്ലാങ്ക് ആവും. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാം അവിടെ തീരും. സോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയാണ് ഞാൻ വയലിൻ പഠിക്കാൻ തുടങ്ങിയെന്ന്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാരെ ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞു നിർത്തും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക, ആഹാ കൊള്ളാലോ, അത് ആക്ച്വലി നല്ല പാടല്ലേ, ഞാൻ പണ്ട് പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ്, ബട്ട് നല്ല പാടാണ്. സോ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു? നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ തന്നെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അവർക്ക് ഫീൽ ചെയ്യും ഇയാൾക്ക് എന്നെ നല്ലോണം മനസ്സിലാകുന്നു, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യും നിങ്ങൾ അവരെ വലുതായിട്ട് കാണുന്നത് പോലെ, നിങ്ങൾ അവരെ കുറച്ച് കാണാത്തതായിട്ട് അവർക്ക് മനസ്സിലാകും. ആൻഡ് നമ്മളെ കുറച്ച് കാണാത്ത ആൾക്കാരെ, നമുക്ക് ഇമ്പോർട്ടൻസ് തരുന്ന ആൾക്കാരോട് നമുക്ക് എപ്പോഴും കണക്ഷൻ തോന്നില്ലേ? ആൻഡ് അതേപോലത്തെ കണക്ഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആൾക്കാരായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ദേ ഫീൽ സീൻ ആൻഡ് ഹേർഡ്, ഒരാൾക്ക് എന്നെ മനസ്സിലായി എന്ന്. അങ്ങനെ വരുമ്പോ അവർ ഉറപ്പായിട്ട് നിങ്ങളെ സ്മാർട്ടായിട്ട് കാണാനും തുടങ്ങും. സോ ഓർത്തിരിക്കുക, ഈ ലോകത്ത് ആൾക്കാർക്ക് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ കേൾക്കാൻ അധികം ആൾക്കാർക്കും താല്പര്യമില്ല. അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ആൻഡ് നമ്മൾ വേറൊരാളെ കേൾക്കുമ്പോൾ അയാളെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ലാംഗ്വേജിലൂടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ദേ വിൽ ഫീൽ ഇമ്പോർട്ടന്റ് ആൻഡ് ദേ വിൽ ഫീൽ ഇയാൾക്ക് എന്നെ മനസ്സിലായി, ഇയാൾ എന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നുവെന്ന്. അപ്പൊ അവര് നമ്മളുടെ അടുത്ത് കൂടുതൽ കണക്ഷൻ കാണിക്കാൻ തുടങ്ങും. അവരപ്പൊ നമ്മളുടെ അടുത്ത് ക്ലോസ് ആവാനും തുടങ്ങും. സോ ഓർത്തിരിക്കുക, അടുത്ത തവണ നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്ത് പറയണമെന്ന് ചിന്തിക്കാതെ ഇയാൾ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ഒരാളെ ഇംപ്രസ് ചെയ്യാതെ അയാളെ കേൾക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരുപാട് സംസാരിക്കുന്നതിലല്ല, നേരെ മറിച്ച് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിക്കുന്നതാണ്. ആൻഡ് ദെൻ യു വിൽ സീ ഒരുപാട് ആൾക്കാർ നിങ്ങളെ സ്മാർട്ട് ആയിട്ട് കരുതുന്നതും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നതും. അപ്പൊ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളും കംഫർട്ടബിൾ ആവുകയും നിങ്ങൾ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇതിവിടെ തീരുന്നില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വരുന്ന വീഡിയോയിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു സോ മച്ച്.